ഹലോ, ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസങ്ങളായി ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സ്റ്റോറീസിലൊന്നും ഒരു കണ്ടിന്യൂഷൻ വന്നിട്ടില്ല. സോ ഈ വീഡിയോ ജസ്റ്റ് നോർമലായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടുള്ള ചെറിയൊരു മോർണിംഗ് വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. കാരണം ഞാൻ ഈ വീഡിയോയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റോറിയിലോട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു കണ്ടിന്യൂഷൻ കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. സോ ഒരു പ്രോപ്പറായിട്ട് സ്റ്റോറി ഈ ഒരു വീഡിയോയ്ക്കകത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ഗാർഡനിൽ കുറച്ച് ബീൻസൊക്കെ പൊട്ടിച്ച് ചെടിക്കൊക്കെ വെള്ളമൊക്കെ നനച്ചതിന് ശേഷം ഞാൻ അകത്ത് കയറി ബ്രെഡ് 2 തരം ബ്രെഡ് ഉണ്ടാക്കി. പീനട്ട് ബട്ടറും ജാമും ഫില്ല് ചെയ്തതും തേനും ചീസ് ഫില്ല് ചെയ്തതും 2 തരം ബ്രെഡ് ഞാൻ ജസ്റ്റ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പാൽ ഒഴിച്ചിട്ട് ഒന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് കോഫി. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, വെരി സിമ്പിൾ. പിന്നെ അതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ക്രാഫ്റ്റൊക്കെ ചെയ്തായിരുന്നു. ചെറിയൊരു ഫ്ലവർ വേസ്, നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെ റോളറുണ്ട്, അപ്പോൾ അതും ഒരു മൂടി, പിന്നെ ചെറിയ ക്ലേ ഒക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് അതിലൊക്കെ ഓരോന്ന് ഒട്ടിച്ച് നമ്മൾ ഗോൾഡൻ കളറിൻ്റെ പെയിൻറ് സ്പ്രേ അടിച്ചിട്ട് ഉണക്കാൻ വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും ഇവിടെ സുഖമാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോയിരുന്നു. ഡാഡിയുടെ അനിയൻ സലീം എന്ന് പറയും, സെലിയത്താന്ന് ഞാൻ വിളിക്കും. അവിടെ ഫാദറിൻ്റെ ജ്യേഷ്ഠന്മാരും അനിയന്മാരെയൊക്കെ അത്താത്താന്നാണ് വിളിക്കുക. സോ ഷോർട്ടാക്കിയിട്ട് സെലിയത്ത. അപ്പോൾ അനിയനും ജ്യേഷ്ഠനും കൂടെ ഒരുമിച്ചാണ് കല്യാണം കഴിച്ചത്. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചൊരു വീടുണ്ടാക്കിയായിരുന്നു പുൽക്കണ്ണിയിൽ. അവിടേക്കാണ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. ഗ്രാൻഡ്മ ഉണ്ടായിരുന്നു. മമ്മി പറഞ്ഞത് നല്ലൊരു ഹാപ്പി ഫാമിലി ആയിരുന്നു. അമ്മായിമ്മ പോരൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ അമ്മായിമ്മയുടേതായിട്ടുള്ള കുറേ സ്ട്രിക്റ്റ് റൂൾസൊക്കെ ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ഇപ്പം എഗ്ഗ് ബോയിൽ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ കഴുകി ഒരതി കഴുകി പിന്നെ ചുടുവെള്ളത്തിൽ കഴുകി ആ എഗ്ഗിൽ വൃത്തികേടൊന്നുമില്ല എന്നൊക്കെ കൺഫേം ചെയ്ത് ഗ്രാൻഡ്മ അപ്രൂവ് ചെയ്തതിന് ശേഷം കാണിച്ചു കൊടുത്ത് ഓക്കെ എന്ന് പറഞ്ഞിട്ടേ അത് ബോയിൽ ചെയ്യത്തുള്ളൂ. അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു ഗ്രാൻഡ്മ. പക്ഷേ മമ്മിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. കാരണം മമ്മി ഏറ്റവും പ്രിയപ്പെട്ട മകനുമാണ്. ഏറ്റവും പ്രിയപ്പെട്ട മകൻ്റെ ഭാര്യയാവുമ്പോൾ ആ മരുമകളോട് കൂടുതൽ ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ അമ്മായിമ്മയ്ക്ക്. അതൊന്നും നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഗ്രാൻഡ്മയ്ക്ക് നല്ല പ്രിയപ്പെട്ട മരുമകളും ആയിരുന്നു കേട്ടോ മമ്മി. അതുകൊണ്ട് മമ്മിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഗ്രാൻഡ്മ നല്ല പൊന്നു പോലെ നോക്കിയായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ ജനിച്ചു. അന്നത്തെ ഓർമ്മകളൊന്നും എനിക്കില്ല. കുഞ്ഞാണല്ലോ, മുട്ടുത്തി നടക്കുന്ന പ്രായമല്ലേ. പക്ഷെ മമ്മി പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ അറിയാം. ലൈക്ക് ഞാനൊരു ദിവസം വീടിൻ്റെ മുന്നിൽ ഈ കാന്താരി മുളകിൻ്റെ ചെടികളുണ്ട് അത്രേ. കാന്താരി മുളക് ചുവന്നിരിക്കുന്ന കാണുമ്പോൾ ഞാൻ എപ്പോഴും അതിൽ പോയിട്ട് അത് പൊട്ടിക്കാൻ നോക്കുവാണ്. അപ്പോൾ എരിയും എന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റി ഇരുത്തിയാലും ഞാൻ മുട്ടത്തി വീണ്ടും അങ്ങോട്ട് വരും അത്രേ അത് പൊട്ടിക്കാൻ. അപ്പോൾ മമ്മി ഒരു ദിവസം എന്താ ചെയ്തതെന്ന്, ആ കാന്താരി മുളക് പൊട്ടിച്ചിട്ട് എൻ്റെ ചുണ്ടത്തും കയ്യിലൊക്കെ അങ്ങ് തേച്ച് തന്നു. അപ്പോൾ കൊച്ചു കുഞ്ഞാകുമ്പോൾ പെട്ടെന്ന് എരിയുമ്പോൾ മൂക്കൊക്കെ അങ്ങനെ ഒരത്തും അവിടെ ഇടയ്ക്ക് അങ്ങനെ ഇതാവുമല്ലോ. അങ്ങനെ ഫുൾ ബോഡിയിൽ എരിവ് സ്പ്രെഡായി. ഞാൻ കരയാൻ തുടങ്ങി. അങ്ങനെ ഗ്രാൻഡ്മ ചീത്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞ കഥകളൊക്കെ ഓർമ്മ ഉണ്ടെന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയില്ല. അവിടുത്തെ കാലം മീൻസ് ആ വീട്ടിലെ കാലം. ആ വീട് ഡാഡിയുടെ അനിയൻ സെലിയത്തും കൂടെ ഷെയർ ചെയ്തിട്ട് ഉണ്ടാക്കിയ വീടാണല്ലോ. അതവർ വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് സെലിയത്ത അവിടെ തന്നെ തൊട്ടടുത്ത് വേറൊരു വീട് വെച്ചു. ഡാഡി കുറച്ച് മുന്നോട്ട് മാറിയിട്ട് പൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വീട് വെച്ചു. കുറച്ച് 2-3 അങ്ങാടി അപ്പുറത്തേക്ക് വീട് വെച്ചു. വീട് വെച്ച കാര്യങ്ങൾ മമ്മി പറഞ്ഞത്, സ്ഥലം മാത്രമേ ഡാഡിയുടെ പേരിൽ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കി വീട് വെക്കാൻ പൈസ ഒന്നും ഇല്ലായിരുന്നു കയ്യിൽ, തികഞ്ഞില്ല. അതുകൊണ്ട് മമ്മിയുടെ സ്വർണ്ണമൊക്കെ വിറ്റിട്ടും പിന്നെ മമ്മിയുടെ ഫാദർ എൻ്റെ ഗ്രാൻഡ്പ സപ്പോർട്ട് ചെയ്തിട്ടും കൂടെയാണ് അവിടെ ഒരു കൊച്ചു വീട് വെച്ചതെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ പുറകിലും സെലിയത്താൻ്റെ
കുറച്ച് സ്ഥലം കൂടെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മയിൽ ഉണ്ട്. അങ്ങനെ എന്തോ പറഞ്ഞതായിട്ട് ഓർമ്മയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൗണ്ടെന്ന് അവിടേക്ക് ഷിഫ്റ്റായി. അവിടെ നിന്നുള്ള ഓർമ്മകളാണ് എനിക്ക് കൃത്യമായിട്ടുള്ളത്. പുൽക്കണ്ണിയിൽ നിന്ന് പൗണ്ടിലേക്ക് പോകുമ്പോഴൊക്കെ ഒരു ചർച്ചുണ്ട്. പിന്നെ അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമുണ്ട്. നല്ല രസമായിരുന്നു. ആനയൊക്കെ ഇറങ്ങുമ്പോൾ അവിടെ തീയൊക്കെ വെച്ച് പേടിപ്പിച്ച് ആനേനെ കാട്ടിനകത്തേക്ക് ഓടിപ്പിക്കാനൊക്കെ ആൾക്കാർ ഇറങ്ങുന്നതും അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള സമയമായിരുന്നു കേട്ടോ അന്ന് അതൊക്കെ കേൾക്കുമ്പോൾ. പിന്നെ ചർച്ചിൽ ഇപ്പോഴും ഫെസ്റ്റിവലൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ആഘോഷമായിരിക്കും. ഈസ്റ്ററും പിന്നെ ക്രിസ്മസും. പിന്നെ അവിടെ പൂരം പോലെ നടക്കും. ചർച്ചിനകത്ത് പൂരം പോലെ പഴയ ഒരു പൂരം പോലത്തെ സംഭവമൊക്കെ നടക്കും. നല്ല രസമായിരുന്നു. എല്ലാവിധ പരിപാടിക്കും അത് ചർച്ചിൽ നിന്നില്ല, ടെമ്പിളിൽ നിന്നില്ല, പള്ളിയിൽ നിന്നില്ല, എല്ലായിടത്തും അറ്റൻഡ് ചെയ്തുകൊണ്ടൊക്കെ നല്ല ജോളിയായിട്ട് ഡാഡിയുടെ കൂടെ ഞാൻ നടന്നിരുന്നു അന്ന്. ഡാഡിക്ക് നാട്ടിലായിരുന്നു ആ സമയത്ത്. മമ്മീനെ കല്യാണം കഴിച്ചിരുന്ന സമയത്ത് ഡാഡിക്ക് നാട്ടിലായിരുന്നു ജോലി. പിന്നീട് ഡാഡി ഗൾഫിലേക്ക് പോവുകയാണ് ചെയ്തത്. വീടൊക്കെ വെച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴും അതിൻ്റെ ഇടയിലും ഡാഡി കുറേ ഇടയ്ക്ക് ബിസിനസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെരുപ്പിൻ്റെ ബിസിനസ്, പിന്നെന്തുവാ സ്കൂൾ. ഞാൻ പറഞ്ഞില്ലായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എഡ്യൂക്കേഷനിൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡാഡി ഒരു റോയൽ എന്ന് പറഞ്ഞ സ്കൂളൊക്കെ പുറകിലുണ്ടാക്കിയായിരുന്നു. സോ എൻ്റെ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു റൂട്ടീനാട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ നിന്ന് പഴയ മറ്റേ സുപ്രഭാതത്തിൻ്റെ ഒരു ഇതൊക്കെ കേൾക്കാൻ പറ്റും. നല്ല ഒരു സുഖമാണ് അത് കേട്ടിങ്ങനെ ഉണരാൻ തന്നെ അവിടെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് രാവിലത്തെ റൂട്ടീനൊക്കെ കഴിഞ്ഞ് മദ്രസിൽ പോവും. പക്ഷെ ഞാൻ അങ്ങനെ വല്ലാതെ സ്ഥിരമായിട്ട് അങ്ങനെ മദ്രസിൽ പോയി കുത്തിയിരുന്ന ഒരു ഓർമ്മയൊന്നും എനിക്കില്ല. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു പൗണ്ടിൽ നിന്ന് അങ്ങാടിയിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് ഉൾവഴിയിലേക്ക് നടന്നു പോകണം. അവിടെ പോയിട്ട് പിന്നീട് കുറച്ച് കുട്ടികളുണ്ടാവുള്ളൂ. ഒരു ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുണ്ടാവുള്ളൂ. രാവിലത്തെ ഒരു 1-1.5 മണിക്കൂറിൻ്റെ മദ്രസൊക്കെ കഴിഞ്ഞാൽ ഫ്രണ്ട്സുകളുടെ കൂടെ അവിടെ മിഠായിയൊക്കെ വാങ്ങിച്ച് കഴിച്ച്, ഈ പഴയ മിഠായികളൊക്കെ ഉണ്ടല്ലോ, അച്ചാറും മിഠായിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് തിരിച്ച് വരും. തിരിച്ച് വന്നാൽ പിന്നെ എൻ്റെ TV ടൈമായി. ദൂരദർശനിലെ പ്രോഗ്രാമുകളും സീരിയലും, പ്രത്യേകിച്ച് ജംഗിൾ ബുക്ക് കാണുക, അതുപോലെ ശക്തിമാൻ, പിന്നെ നമ്മുടെ മറ്റേ പഴയ ഹിന്ദി സീരിയലുകളൊക്കെ ഉണ്ടല്ലോ, ഹനുമാൻ, പിന്നെ ഓം നമ ശിവായ, ചന്ദ്രകാന്ത, അങ്ങനെന്തോ, അതിൻ്റെ പാട്ടൊക്കെ എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ ഓർമ്മയുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് സമയം കഴിഞ്ഞാൽ ചലച്ചിത്ര ഗാനങ്ങൾ, ഹിന്ദിയാണ് എനിക്ക് ചെറുപ്പം മുതലേ ഹിന്ദി പാട്ടുകളോടൊക്കെ ആയിരുന്നു ഇഷ്ടങ്ങൾ. ഹിന്ദി ഫിലിംസ്. പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മമ്മിയും ഡാഡിയും ഭയങ്കര എല്ലാം ആഘോഷിക്കുന്ന ആൾക്കാരാണ്. സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞാൽ അവർക്ക് ടൂർ അടിക്കാനുള്ള സമയമാണ്. എന്നെയും ഒരു ഡാഡിക്കൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ബുള്ളറ്റിൽ ഇരുന്ന് ഫുള്ള് തൃശ്ശൂരിൽ പുതിയതായിട്ട് ഇറങ്ങിയ ഫിലിംസ് കാണുക, പിന്നെ തൃശ്ശൂർ പാർക്കിൽ പോവുക, അത് മസ്റ്റായിരുന്നു. എല്ലാ ഹോളിഡേയ്സിലും അത് നിർബന്ധമായിട്ടുള്ള പോക്കായിരുന്നു. എന്നിട്ട് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരിക. ചിലപ്പോൾ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവും, അവരുടെ ഭാര്യമാരും ഫാമിലീസൊക്കെ ഉണ്ടാവും. പിന്നെ ഡാഡിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് യൂസുഫ് അങ്കിൾ. യൂസുഫ് അങ്കിളുടെ വീട്ടിൽ അങ്ങോട്ട് പോകും, അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരും. അവരൊക്കെ ആയിട്ട് ഭയങ്കര കണക്ഷനായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് സ്നിജയുടെ വീട്ടിൽ പോകും, ഇടയ്ക്ക് തിരിച്ചു വരും. ഹസീന, അവളുടെ വീട്ടിലും കളിക്കാൻ പോവും, തിരിച്ചു വരും. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തെരപ്പാരം നടക്കും. പഴയൊരു ഹീറോ ഹോണ്ടയുടെ സൈക്കിൾ ഉണ്ടായിരുന്നു. ഡാഡി ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. സൈക്കിളൊക്കെ ഓടിപ്പിക്കാൻ പഠിപ്പിച്ചെന്ന്, എന്തൊക്കെ വേണ്ടോ അതൊക്കെ വാങ്ങിച്ച് തന്ന് സ്നേഹിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു ഡാഡിയായിരുന്നു. ആ സമയത്താണ് പപ്പയുടെ സ്വന്തം അപ്പൂസ് ഫിലിം ഇറങ്ങിയത്. അന്ന് മമ്മൂട്ടീനെ കാണുമ്പോൾ ശരിക്കും ഡാഡിയുടെ ഒരു ലുക്കാണ്. ഡാഡി മമ്മൂട്ടി ഏകദേശം ഒരു നിയർ ഫേസ് ഒക്കെ ആയിട്ട് വരും. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് മമ്മൂട്ടിയുടെ ആ ഫിലിമൊക്കെ ആയിട്ട് ഡാഡിനായിട്ട് എനിക്ക് ഭയങ്കര റിലേറ്റഡ് ആണ്. അതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് സോങ് ആയിരുന്നു അന്ന് പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ഫിലിംസിലെ ഫേവറേറ്റ് സോങ്സ് ആയിരുന്നു. അങ്ങനെ നല്ലൊരു ജോളിയായിരുന്നു, ഒരുപാട് ഓർമ്മകൾ, നല്ല എൻജോയ്മെൻറ്റും. പിന്നെ ഡാഡി ആ കാട്ടിലൊക്കെ കയറിയിട്ട് കണ്ണിക്കണ്ട ജന്തുക്കളൊക്കെ പിടിച്ചുകൊണ്ട് വരും. നിയമത്തിനെതിരാണ് അന്ന്, പക്ഷേ ഡാഡിക്ക് കുറേ ടീമുണ്ട് അവിടെ.
നിയമം അറിയാതെ തന്നെ കാര്യങ്ങൾ നടത്താൻ. അതിനകത്തൊക്കെ പോയിട്ട് ഈ പല ജന്തുക്കളെയും പിടിച്ചുകൊണ്ട് വന്ന് അതിനെ ചുട്ട് തിന്നും. വീടിൻ്റെ പുറകിൽ ചെറിയൊരു തീ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ചുറ്റിനും എല്ലാവർക്കും ഇരിക്കാം. അപ്പോൾ ഫ്രണ്ട്സുകളൊക്കെ കൂടെ വന്ന് എല്ലാം കൂടെ ചുട്ട് ഒക്കെ എൻജോയ്മെൻറ്റിൽ കഴിച്ചിട്ടൊക്കെ പോകും. ഡാഡി ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴൊക്കെയാണോ നാട്ടിൽ വരുന്നത് അപ്പോഴൊക്കെ അപ്പച്ചൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഫുൾ ടൈം, പാർട്ടി ഓഫീസിലും ഒക്കെ ആയിട്ട്. പിന്നെ ഡാഡിക്ക് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ബാബു എന്ന് പറഞ്ഞ ഒരാൾ. അയാളാണെങ്കിൽ ഡാഡി ആരും അറിയാത്തൊരു ഗുണ്ട കൂടെയായിരുന്നു. അത് എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ ഡാഡി പുറത്തേക്ക് പോകുന്നോ ഡാഡിയുടെ ഒക്കത്ത് ഞാനുണ്ട്, വണ്ടിയിൽ ഞാനുണ്ട്, എവിടെ പോയാലും ഡാഡിയുടെ കൂടെ ഞാനുണ്ട്. അതുകൊണ്ട് കുഞ്ഞാണെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളെ ഗൾപ്പിച്ചൊന്നും പറയാൻ പാടില്ല എന്ന് പലരും പറയും. കാരണം അവരെ മനസ്സിലത് ഉണ്ടാവും. അവർ മറക്കത്തില്ല, അവർ ഇന്നസെൻ്റ് ആണ്. അപ്പോൾ അവർ തുറന്ന് മറ്റുള്ളവരോട് പറയും ചെയ്യും, പറയാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അറിയാതെ പറയും ചെയ്യും. പക്ഷേ ഇത് ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഡാഡി ഈ ബാബുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ, ഡാഡിക്ക് ആരെങ്കിലും തല്ലാനും കൊല്ലാനും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇയാളാണ്. ഈ ബാബു ആണെങ്കിൽ ഡാഡിക്ക് വേണ്ടിയിട്ട് ആരെയും കൊല്ലാൻ മടിക്കാത്ത ഒരാളാണ്. സോ ഡാഡിയുടെ എല്ലാവിധ ക്രൈമും ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ് ബാബു. ഡാഡി എന്നെ എടുത്തുകൊണ്ട് പോയിട്ടാണ് അയാളോട് അവിടെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ആജ്ഞാപനം കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ കേട്ടൊക്കത്ത് ഇരിക്കുന്നുണ്ടാവും ഡാഡിയുടെ കൂടെ. പക്ഷേ എൻ്റെ മൈൻഡിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല, ഇത് ആരോടെങ്കിലൊക്കെ പറയണം എന്നൊന്നും എൻ്റെ മൈൻഡിൽ വന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ കുട്ടിയാണ്, എനിക്കറിയില്ല ഇതൊക്കെ ഒരു തെറ്റാണ്. ഒരാളെ തല്ലാൻ പറയുന്നതും എന്തെങ്കിലും കേസൊക്കെ ആകുമ്പോൾ അതിനെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതും ചെയ്യാൻ പറയുന്നതൊക്കെ ഭീഷണിപ്പെടുത്താൻ പറയുന്നതും ഇതൊന്നും തെറ്റാണ് എന്നുള്ള ഒരു അറിവൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അറിയിക്കണം എന്നുള്ള ബോധമൊന്നും എനിക്കില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഡാഡിയെ ഇഷ്ടമാണ്. അതിലുപരി എനിക്ക് പേടി എന്നുള്ള സംഭവമുണ്ട്. ഡാഡി എന്നെ ഒരിക്കലും തല്ലിയിട്ടില്ല, ഇത്രയും കാലങ്ങളായിട്ട് എന്നെ ഡാഡിനെ തല്ലിയിട്ടില്ല. പക്ഷെ എനിക്ക് ഡാഡിയെ പേടിയാണ്. കാരണം ഡാഡി തല്ലാൻ വേണ്ടി എടുക്കുന്നത് 3 സാധനങ്ങളാണ്. 1 വെട്ടുകത്തി, അത് പേടിപ്പിക്കാൻ. 2 ചൂല്, മെയിനായിട്ടുള്ള സാധനം അടുക്കളയിൽ കത്തിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന മരത്തിൻ്റെ വിറക്. ഇത് വെച്ചിട്ടാണ് ഡാഡിയുടെ പ്രഹസനം. അതൊക്കെ കൂടെ കാണുമ്പോൾ ഡാഡി ഡേ എന്ന് വിളിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ള ധൈര്യം മുഴുവൻ ചോർന്നു പോകും. പിന്നെ ഞാൻ കരയണോ ചിരിക്കണോ എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും. സത്യം പറയാം, എൻ്റെ കണ്ണിലേക്ക് ഇരുട്ട് കയറും. ഒരു സെക്കൻഡിന് അങ്ങോട്ട് ഇരുട്ട് കയറും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങോട്ട് ഓടണം എന്നറിയില്ല. എന്നിപ്പോൾ കൊല്ലും എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക് വരുന്നത്. ആ ഒരു സിറ്റുവേഷൻ എനിക്ക് പല സമയത്തായിട്ട് ഡാഡിയുടെ കൂടെ ഇരുന്നപ്പോൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് ആരോടും പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. കാരണം ഡാഡിയുള്ള പേടി തന്നെയാണ്. എനിക്കിതുവരെയായിട്ട് ആ ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും എൻ്റെ മൈൻഡിൽ ഇതെൻ്റെ ഡാഡിയാണല്ലോ എന്നുള്ള ഒരു സ്നേഹവും ഉണ്ട്. കാരണം ഇന്ന് ഡാഡി ചീത്ത പറഞ്ഞ 5 മിനിറ്റ് കഴിഞ്ഞ് ഡാഡിക്ക് സങ്കടമാവും. അയ്യോ മോളെ ചീത്ത പറഞ്ഞല്ലോ. അപ്പം ഞാൻ കട്ടിലിൽ മൂലയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഡാഡി സ്നേഹത്തോടെ പറയും, സങ്കടം ഉണ്ടായിരിക്കും കേട്ടോ, പറയും ഡാഡിയുടെ മുത്തിന് സങ്കടമായോ, സാരമില്ല കേട്ടോ, ഡാഡി എന്നെ മുത്തുന്ന വിളിക്കട്ടോ, ഡാഡിക്ക് ദേഷ്യം വന്നിട്ടല്ലേ, മോള് പറഞ്ഞ് അനുസരിക്കാഞ്ഞിട്ടല്ലേ ഡാഡി ചീത്ത പറഞ്ഞ്, ഡാഡി മോളെ അടിക്കുമോ, എൻ്റെ മുത്തിന് ഡാഡിക്ക് അടിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഡാഡി ഒറ്റയ്ക്ക് ഇരുന്ന് കരയും. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു, എൻ്റെ ഡാഡി എന്നെ തല്ലത്തൊന്നുമില്ല, എൻ്റെ ഡാഡി എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, പാവമാണ് എൻ്റെ ഡാഡി. സോ ഞാനും കെട്ടിപ്പിടിച്ചിട്ട് ഡാഡീനെ കെട്ടിപ്പിടിച്ചിട്ട് കയ്യിൽ ഡാഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും കൂളാവും. അങ്ങനെ എനിക്കും സങ്കടമാവും. അപ്പോൾ സി ലൈക്ക് വെരി സ്വീറ്റ് ആൻഡ് ലവിങ് ഡാഡി. പക്ഷേ ഹീസ് സ്കെയറി ടു. ഡാഡി ഒരാളെ കൊല്ലാനും തല്ലാനും നടക്കുന്നവനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് എനിക്ക് ഡാഡി ചൂടാകുമ്പോൾ ഒച്ചയിടുമ്പോൾ എനിക്ക് പാനിക്ക് വരുന്നത്. ഈ പാനിക് അറ്റാക്ക് എനിക്ക് ചെറുപ്പത്തിൽ പല സമയത്ത് വരുമ്പോൾ ഇത് പറയാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പോഴും മമ്മിക്കറിയില്ല എനിക്കന്ന് കണ്ണിൽ ഇരുട്ട് കയറുന്ന ഒരു സിറ്റുവേഷൻ പല തവണയായിട്ടുണ്ടായിട്ടുണ്ടെന്ന്. ഒരു സമയത്ത് വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്, പേര്
അവിടെ വെച്ചിട്ട് ഡാഡി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ബദാം തന്നായിരുന്നു. അപ്പോൾ ആ ബദാം എൻ്റെ കയ്യിൽ ഒരു 4 ബദാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ എന്നെ കഴിക്കാൻ നിർബന്ധിക്കുവാണ്. എനിക്കാണെങ്കിൽ ആ സാധനം വേണ്ട. ഡാഡിയാണെങ്കിൽ അത് കഴിപ്പിക്കുക. ഡാഡിയുടെ സ്ഥിരം പരിപാടിയാണ് പാല് മൂക്ക് പൊത്തി കുടിപ്പിക്കുക. പച്ചമുട്ട കോഴിക്കൂട്ട് വന്നു പച്ചമുട്ട എടുത്തുകൊണ്ട് വന്ന് ഉപ്പിട്ട് ഇളക്കിയിട്ട് എന്നെ കുടിപ്പിക്കുക. അയ്യോ, എനിക്കൊക്കെ ഛർദ്ദിക്കാനൊക്കെ വരും. അങ്ങനെ പലതരം ഇങ്ങനത്തെ പ്രോട്ടീനായിട്ടുള്ള ഫുഡുകളൊക്കെ തീറ്റിക്കും എന്നെ. അപ്പോൾ അന്നാണെങ്കിൽ എനിക്ക് ഒട്ടും വേണ്ടാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ കൊച്ചാണല്ലോ, ഓഫ് കോഴ്സ് ഞാൻ 2-3 അവിടെ കളയും. ഞാൻ കളഞ്ഞു. ലോട്ടസ് എന്ന് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഞാൻ നിൽക്കുവാണ് ഡാഡിനെ വെയിറ്റ് ചെയ്ത്. ഡാഡി അകത്ത് കയറിയേക്കുവാണ്. ഞാൻ 2 കളഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ തന്നെ, അയ്യോ ഡാഡി കണ്ടുപിടിക്കും, ഡാഡി ഇത് കാണുമ്പോൾ എന്നെ കൊല്ലും. ഞാൻ എൻ്റെ ജീവനും കൊണ്ട് അവിടുന്ന് ഓടി. മമ്മി അടുക്കളപ്പുറത്ത് അലക്കുക. ഞാൻ നേരെ മമ്മീൻ്റെ അടുത്തേക്ക് മമ്മീന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടി. അവിടെ ചെന്നിട്ട് മമ്മീൻ്റെ അടുത്ത് മമ്മീനെ കെട്ടിപ്പിടിച്ച് എന്നെ രക്ഷിക്കും മമ്മി, ഡാഡിനെ തല്ലും മമ്മി, ഡാഡിനെ തല്ലുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഡാഡി പിന്നാലെ എത്തി. ഡാഡി കണ്ടു അത്. ഡാഡി എന്നെ തല്ലാന്നുള്ള രീതിയിലോ കാറ്റ് പോലെ വന്നു എൻ്റെ അടുത്തേക്ക്. എന്നിട്ട് എന്നെ കല്ലിൻ്റെ മണ്ടയിൽ കയറ്റി ഇരുത്തിയെന്ന് തോന്നുന്നു. മമ്മിയാണോ കയറ്റി നിർത്തിയത് അതോ ഡാഡിയാണോ കയറ്റി നിർത്തിയെന്ന് അറിയില്ല. ദേഷ്യം കടിച്ചു പിടിച്ച് നിർത്തി എന്തൊക്കെ പറഞ്ഞിട്ട് പോയെന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മയിൽ തല്ലിയില്ലെന്ന് തോന്നുന്നു. കാരണം അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു സംഭവം പിന്നീട് എനിക്ക് ഓർമ്മയില്ല. കാരണം കണ്ണിൽ ഇരുട്ട് കയറിയ അവസ്ഥയാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല. അത്രയ്ക്ക് പാനിക് വന്നു എനിക്ക്. പിന്നീട് ഞാൻ റിലാക്സ് ആയി. എനിക്ക് തോന്നുന്നു ഓക്കെ എനിക്കൊന്നും കൊണ്ടില്ല, എൻ്റെ ശരീരം വേദനിച്ചില്ല എന്നുള്ള ഒരു ബോധം വന്നപ്പോഴാണ് തോന്നുന്നു ഞാൻ റിലാക്സ് ആയത്. ഇത് ഞാൻ പറയുമ്പോൾ മമ്മി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മമ്മിക്ക് ഓർമ്മ വരുമെങ്കിൽ ഇപ്പോഴെങ്കിലും ചിലപ്പോൾ മമ്മിക്ക് ബോധ്യം വരും, ഓക്കെ എൻ്റെ മോളും ഒരു പാനിക്കിലൂടെ കടന്നു പോയിരുന്നു എന്നുള്ളത്. എൻ്റെ മമ്മിക്ക് ഇപ്പോഴും അതറിയില്ല. ഇതുപോലെ പല ഇരുട്ട് കയറിയ പല നിമിഷങ്ങളുണ്ട് ഡാഡിയുടെ കൂടെ. എനിക്ക് ചെറുപ്പത്തിൽ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ നെഞ്ഞി കിടന്നിങ്ങനെ കിടുകിടുകിടുകിടുന്നിങ്ങനെ ഇടിക്കും. അത്രയ്ക്ക് ഒരു പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഇവിടെ വരെ നമുക്ക് നിർത്താം. കാരണം വീഡിയോയ്ക്ക് ദൈർഘ്യം കൂടിപ്പോവും. ഇതാനി വേദനിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്ന വീഡിയോസ് അല്ല. എന്നെ സംബന്ധിച്ചോളം എനിക്കിതെല്ലാം എൻ്റെ മനസ്സ് തുറന്ന് പറയും. ഞാനൊരു ഡയറിയിൽ എഴുതുന്ന പോലെ തന്നെ എനിക്ക് എൻ്റെ മനസ്സ് തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതിനപ്പുറത്തേക്ക് ഇതെൻ്റെ പേഴ്സണൽ അനുഭവമാണ്, മറ്റുള്ളവരുമായിട്ടൊരു ബന്ധവുമില്ല. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.